നമസ്കാരം, ഇത് ദ ഇന്ത്യ. ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്തൊരു അധ്യായമാണ് ഹങ്കോർ എന്ന പാകിസ്ഥാൻ അന്തർവാഹിനി. 1971 നടന്ന ഇന്ത്യ പാക് യുദ്ധത്തിനിടെ പാകിസ്ഥാന്റെ PNS ഹങ്കോർ ഇന്ത്യയുടെ INS ഖുഖ്രി ആക്രമിച്ചു മുക്കിക്കളയുകയായിരുന്നു. അറബിക്കടലിൽ ഗുജറാത്തിലെ ദിയു തീരത്തു നിന്നും ഏകദേശം 40 നോട്ടിക്കൽ മൈൽ അകലെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന INS ഖുഖ്രിയെയും സഹകപ്പലായ INS കൃപാണിയെയും ഹങ്കോർ അന്ന് ആക്രമിച്ചു. ഇന്ത്യയെ ഏറെ വേദനിപ്പിച്ച പാകിസ്ഥാൻ ഏറെ ആഘോഷിച്ച ഒരു സംഭവം കൂടിയായിരുന്നു അത്. എങ്കിലും 1971 യുദ്ധത്തിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. 1971 ആ തിരിച്ചടിക്ക് 55 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പാകിസ്ഥാൻ ഹങ്കോർ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ചൈനയിൽ വെച്ച് കമ്മീഷൻ ചെയ്തതിനു ശേഷം പാകിസ്ഥാന്റെ ആദ്യത്തെ ഹങ്കോർ ക്ലാസ് അന്തർവാഹിനി കഴിഞ്ഞ ആഴ്ച കറാച്ചിയിലെത്തി. 1971 യുദ്ധത്തിന് ശേഷം വടക്കൻ അറബിക്കടലിൽ മാത്രമായി ചുരുങ്ങിയ നാവിക സാന്നിധ്യം ബംഗാൾ ഉൾക്കടലിലേക്കും വ്യാപിപ്പിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 1971 പാകിസ്ഥാൻ സൈന്യത്തെ ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയതിനു ശേഷം പാകിസ്ഥാന്റെ നാവിക സാന്നിധ്യം പ്രധാനമായും വടക്കൻ അറബിക്കടലിലേക്ക് മാത്രമായി പരിമിതപ്പെട്ടിരുന്നു. 6 നൂറ്റാണ്ടിനു ശേഷമാണ് പാകിസ്ഥാൻ തങ്ങളുടെ നാവിക സാന്നിധ്യം അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിലേക്ക് വ്യാപിപ്പിക്കുന്നത്. ബംഗാൾ ഉൾക്കടൽ പരമ്പരാഗതമായി ഇന്ത്യക്ക് ഭൂമിശാസ്ത്രപരമായും തന്ത്രപ്രധാനപരമായും പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. വിശാഖപട്ടണത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ നിർണായകമായ കിഴക്കൻ നാവിക കമാൻഡും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ബംഗാൾ ഉൾക്കടലുമായി ബന്ധപ്പെട്ടാണുള്ളത്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള ചരക്ക് ഊർജ്ജ വ്യാപാരത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള പ്രദേശങ്ങളാണിവ. ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമാർ, തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായി അടുത്ത് സ്ഥിതി ചെയ്യുന്ന ജലാശയമാണ് ബംഗാൾ ഉൾക്കടൽ. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ മാസം ആദ്യം ശ്രീലങ്കയിൽ വെച്ച് മുതിർന്ന പാകിസ്ഥാൻ നാവികസേന ഉദ്യോഗസ്ഥൻ നടത്തിയ ഒരു പരാമർശവും ഈ ഘട്ടത്തിലേറെ ശ്രദ്ധേയമാകുന്നുണ്ട്. ഹങ്കോർ ക്ലാസ് അന്തർവാഹിനിയുടെ വരവ് ബംഗാൾ ഉൾക്കടലിൽ സാന്നിധ്യം നിലനിർത്താനുള്ള ശേഷി പാകിസ്ഥാന് നൽകുമെന്നാണ് കമാൻഡറായ കൊമഡർ ഒമർ ഫാറൂഖ് വ്യക്തമാക്കിയത്. ഹങ്കോർ ഒരു ഗെയിം ചേഞ്ചറായി മാറുമെന്നായിരുന്നു ഫറൂഖ് വിശേഷിപ്പിച്ചത്. ഈ വിഭാഗത്തിൽപ്പെട്ട 8 അന്തർവാഹിനികൾ നാവികസേനയുടെ ഭാഗമാക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിടുന്നതായി അദ്ദേഹം വ്യക്തമാക്കിയതായി ജൂൺ 7 ദി മോർണിംഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു. PNS ഹങ്കോറിന്റെ വരവിന് മുൻപ് പാകിസ്ഥാൻ നാവികസേന 5 അന്തർവാഹിനികളാണ് പ്രവർത്തിപ്പിച്ചിരുന്നത്. പഴയ അഗൂസ്റ്റവ് അന്തർവാഹിനികൾക്ക് പകരമായിട്ടാണ് ചൈനീസ് നിർമ്മിതമായ പുതിയ ഹങ്കോർ ക്ലാസ് അന്തർവാഹിനികൾ എത്തുന്നത്. ഈ മാസം കറാച്ചിയിലെത്തിയ PNS ഹങ്കോർ ഇവയിൽ ആദ്യത്തേതാണ്. ചൈനയിൽ നിർമ്മിച്ച ഈ അന്തർവാഹിനികളിൽ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ അഥവാ AIP സാങ്കേതിക വിദ്യ ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. അതായത് ബാറ്ററികൾ റീചാർജ് ചെയ്യുന്നതിന് ഇവയ്ക്ക് ഇടയ്ക്കിടെ ഉപരിതലത്തിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയ്ക്ക് ദീർഘനേരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിയും. ഈ സവിശേഷതയുള്ളതിനാൽ ഇവയെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും അത്ര എളുപ്പം സാധിക്കില്ല. പുതിയ ഹങ്കോർ അന്തർവാഹിനിയുടെ വരവ് ബംഗാൾ ഉൾക്കടലിലെ പാകിസ്ഥാന്റെ നീക്കങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ചർച്ചയാകുന്ന ഘട്ടത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതേസമയം ഇതിനിടെ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള സൈനിക സഹകരണവും കൂടുതൽ ശക്തമായതും ഏറെ ചർച്ചയാകുന്നുണ്ട്. ബംഗ്ലാദേശ് വ്യോമസേന മേധാവി ജനുവരിയിൽ പാകിസ്ഥാൻ സന്ദർശിക്കുകയും ചൈന പാകിസ്ഥാൻ സംയുക്തമായി നിർമ്മിച്ച JF-17 യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയുകയും ചെയ്തിരുന്നു. പാകിസ്ഥാന്റെ പ്രതിരോധ സേനാ മേധാവി അസീം മുനീറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ അമാൻ 25 എന്ന നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഏറ്റവും വലിയ നാവിക ആധുനികവൽക്കരണ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രമാണ് ഹങ്കോർ ക്ലാസ് അന്തർവാഹിനി. ഈ വിഭാഗത്തിൽപ്പെട്ട 8 അന്തർവാഹിനികൾ നാവികസേനയുടെ ഭാഗമാക്കാനാണ് പാകിസ്ഥാൻ പദ്ധതിയിടുന്നത്. അതേസമയം 1971 നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇന്നത്തെ സമുദ്ര അന്തരീക്ഷ മേഖല. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി ഇന്ത്യൻ നാവികസേന ഗണ്യമായ വളർച്ച തന്നെ കൈവരിച്ചിട്ടുണ്ട്. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ, 2 യുദ്ധവിമാന വാഹിനി കപ്പലുകൾ, ദീർഘദൂര സമുദ്ര നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇന്ന് ഇന്ത്യൻ നാവികസേനയ്ക്കുണ്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യ ശക്തമായ സാന്നിധ്യം നിലനിർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബംഗാൾ ഉൾക്കടലിലെ ശക്തി സമവാക്യങ്ങളിൽ മാറ്റം വരുത്താൻ പാകിസ്ഥാന് കഴിഞ്ഞേക്കില്ല. എങ്കിലും ഈ നീക്കങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ ശക്തമായി തന്നെ നിരീക്ഷണം നടത്തുന്നുമുണ്ട്.